കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ നീങ്ങുന്നില്ല. വൻ വ്യവസായികളുമായുള്ള കോൺഗ്രസ് നേതാക്കളുടെ ദുരൂഹ ഇടപാടുകളിലും അന്വേഷണം വേണമെന്ന് ആവശ്യം 2015 ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ കർണാടക കേഡർ IAS ഉദ്യോഗസ്ഥൻ DK രവിയുടെ മരണത്തിലും വ്യക്തമായ അന്വേഷണം നടന്നിരുന്നില്ല. 2015 മാർച്ച് 16 ബംഗളൂരുവിലെ വസതിയിൽ സംശയകരമായ സാഹചര്യത്തിൽ DK രവിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഭരണത്തിലിരുന്ന കോൺഗ്രസ് സർക്കാർ കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് കടന്നിരുന്നില്ല. വാണിജ്യ നീതി വകുപ്പ് അഡീഷണൽ കമ്മീഷണറായിരിക്കെ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുടെ നികുതി വെട്ടിപ്പുകൾക്കെതിരെ കർശന നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥനായിരുന്നു രവി. 35-ാം വയസ്സിലായിരുന്നു അന്ത്യം. തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതിന് ശേഷമായിരുന്നു അന്വേഷണം CBIക്ക് വിട്ടിരുന്നത്. കോൺഗ്രസിന്റെ ഭരണസ്വാധീന കാലത്ത് കർണാടകയിൽ നിലനിന്ന ഭരണ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുടെ അവിശുദ്ധ ബന്ധങ്ങളും സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നേരിട്ട സമ്മർദ്ദങ്ങളുമായിരുന്നു അക്കാലത്ത് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തത്. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളിൽ പലർക്കും ഭൂമാഫിയുമായുള്ള ബന്ധങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകളുമായി ബിനാമി ഇടപാടുകളും നടത്തിയിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ മരണത്തിലെ ദുരൂഹതയും നീങ്ങാതെ നിൽക്കുമ്പോൾ സമഗ്ര അന്വേഷണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനം, കൊച്ചി.